പാലക്കാട് ചിറ്റൂരിൽ നിയന്ത്രണം വിട്ട ലോറി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറി യുവതിക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ കിടന്നുറങ്ങുകയായിരുന്ന മൈസൂർ സ്വദേശി പാർവതിയാണ് മരിച്ചത്. പാർവതിക്കൊപ്പമുണ്ടായിരുന്ന 3 പേരെ പരിക്കുകളോടെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ചിറ്റൂർ ആലാംകടവിൽ ഇന്ന് പുലർച്ചെ 3-നായിരുന്നു അപകടം. 4 ദിവസം മുൻപ് തൃശൂർ നാട്ടികയിലുണ്ടായ സമാന അപകടത്തിൽ 5 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. നമുക്കൊപ്പം ഇക്ബാൽ അറക്കൽ ചേരുന്നുണ്ട്. ഇക്ബാൽ അറക്കൽ, തൃശൂരിൽ മദ്യലഹരിയിലായിരുന്നു ഡ്രൈവർ. 20 സെക്കൻഡ് നേരം കണ്ണടച്ചു പോയപ്പോഴാണ് അപകടം ഉണ്ടായതെന്നാണ് മൊഴി കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചത് രാവിലെ 3 മണിയോടെ? അരുൺ, ഈ ലോറി ഡ്രൈവറുടെ അമിത വേഗതയാണ് ഇത്തരത്തിലൊരു അപകടം ഇന്ന് പാലക്കാട് ചിറ്റൂരിൽ ഉണ്ടാക്കിയത്. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ചിറ്റൂർ ആലാംകടവിൽ വെച്ച് ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഈ നാടോടി കുടുംബത്തിന് മുകളിലേക്ക് ഈ നിയന്ത്രണം വിട്ടെത്തിയ ഈ ലോറി മറിഞ്ഞത്. ഈ നാടോടി കുടുംബം ഈ ചിറ്റൂർ ആലാംകടവിലുള്ള ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലായിരുന്നു ഉറങ്ങിയിരുന്നത്. ഇവർ 4 ദിവസങ്ങൾക്ക് മുമ്പാണ് ചിറ്റൂർ ഭാഗത്തേക്ക് എത്തിയത്. പുഴയിൽ നിന്നും മീൻ പിടിച്ച് അത് വിൽപ്പന നടത്തുന്ന കുടുംബമാണ്. ഈ പഴഞ്ഞി ഭാഗത്തു നിന്നും മലപ്പുറം ജില്ലയിലേക്ക് കോഴിയുമായി വരികയായിരുന്ന പിക്കപ്പ് വാനാണ് ഇവരുടെ മുകളിലേക്ക് മറിഞ്ഞത്. ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഈ കുടുംബത്തിലുണ്ടായിരുന്ന പാർവതി 40 വയസ്സ് മരണപ്പെടുകയായിരുന്നു. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 3 പേർക്കും ഈ അപകടത്തിൽ പരിക്കേറ്റിരുന്നു. ഇവർക്ക് നിസ്സാരമായിട്ടുള്ള പരിക്കായിരുന്നു. പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് നിലവിൽ പാർവതിയുടെ മൃതദേഹം മാറ്റിയിരിക്കുകയാണ്. ഡ്രൈവറുടെ അമിത വേഗതയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാക്കിയെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഈ ലോറി ഡ്രൈവറായ അജിത്തിനെ, തമിഴ്നാട് സ്വദേശിയാണ്, ഇയാളെ ചിറ്റൂർ പോലീസ് നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം പാർവതിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്.